നമസ്കാരം. ഡൽഹിയിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കസ്റ്റമറിന് ഇവിടുന്ന് ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് സാധനം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഏതാണ് വേണ്ടത്, ഏത് നോക്കാം. अच्छा, ओ पैरागन दिखाया ना, उसको लेडीज और जेंट्स का അതെ, മനസ്സിലായി മനസ്സിലായി. ഈ ടൈപ്പ് അല്ലേ? ഓ ആ, ഇത് ജെൻസ്, ഇത് ലേഡീസ്. ഇത് साइज कितने कितने से स्टार्ट होगा? 6 से 10. लेडीज में 5 से 8. 5 से 8. ലേഡീസിന്റെ 5 മുതൽ 8 വരെ ഉള്ളൂ. ജെൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ 6 to 10. 6 से 10. 6 മുതൽ 10 വരെ ഉണ്ട്. അതെ അതെ. ये कितना रुपया बोला भैया? 65. ഇത് 65. ആ ആ 6, 7, 8, 9, 10 5 पीस വരും. 5 सेट आएगा ना? 6, 7, 8, 9, 10. हाँ 6 से 5 सेट है. 5 हाँ पैक कार्टून में. ओ ഇത് 48 पेयर दे दो. ये कार्टून आएगा. हाँ 48 पेयर. ഈ പാരഗണിന്റെ തന്നെ ഇങ്ങനെ പാക്കോടെ വരുന്നുണ്ട്. 48 പേഴ്സ്. आगे है तो वही पर ये सब आगे से दिखाते हैं. 48 पेयर. ഇത് 48 पैक. ये भी पैरागन, हाँ पैरागन है ना. ये पूरे जेंट्स का है. जेंट्स. अच्छा, लेडीज को कितना बॉक्स में आएगा? लेडीज का बॉक्स नहीं है. लेडीज का बॉक्स है, वो भी 48 की पैक. वो भी 48 की. എല്ലാം 48 പീസിന്റെ പാക്കാണ് കേട്ടാ. ഓരോ പാക്ക്, ഓരോ സെറ്റ്. അല്ലാതെ അല്ലാതെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ എടുക്കാം. 48 പീസ് പറയുമ്പോ 48 ഇൻറ്റു എത്ര പറഞ്ഞ്? 48 ഇൻറ്റു 60. കിतने 65 है. अच्छा 65 തന്നെ. ഏതാണ്? एक कार्टून को कितना आएगा? एक बॉक्स. हाँ 48 पीस. कितना रुपया लगेगा? अमाउंट പല കളറും പല സൈസും അല്ലേ? और इसमें कलर डिफरेंट कलर है, एक ही कलर है? वन कार्टून वन कलर. ഒരു കാർട്ടൂൺ ഒരു കളറാണ് ഏട്ടാ. अच्छा अच्छा, ഫ്രഷ് സ്റ്റാൻഡേർഡ് പാക്ക്. നല്ല ഫ്രഷ് അടിപൊളി സ്റ്റാൻഡേർഡ് പാക്ക് ഒക്കെയാണ്. പക്ഷെ ഒറ്റ കളറേ വരുള്ളൂ ഒരു ബോക്സിൽ. ഒരു കോൾ വരുന്ന ഒരു മിനിറ്റ്. അപ്പോൾ ബാക്കി കാര്യങ്ങളോട് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ഒരു പ്രശ്നം പറ്റി. ഒരു സാങ്കേതിക തകരാറ്. അത് കാരണം എനിക്കുണ്ടായ നഷ്ടം 2000-ഓളം രൂപയാണ്. 500 രൂപ എക്സ്ട്രാ ചിലവെന്ന് വയ്ക്കാം. എന്നാലും 1500 എനിക്ക് ചിലവായി. സംഭവിച്ചു വേറൊന്നുമല്ല. സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കസ്റ്റമർ, പുള്ളി നേരത്തെ പറഞ്ഞായിരുന്നു ഫോൺ പ്രശ്നത്തിലാണ്, ഫോൺ കംപ്ലൈൻറ്റിലാണ്, ഫോൺ ചിലപ്പോൾ ഡെഡായി പോവും എന്ന് പുള്ളി രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ചാർജറിനെന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരാളുടെ ചാർജർ വാങ്ങിച്ചിട്ടാണ് പുള്ളി രാവിലെ നേരത്തെ ചാർജ് ചെയ്തത്. പിന്നെ ചാർജ് ചെയ്യാൻ കഴിഞ്ഞു വരുന്നത്. ചാർജ് ചെയ്യുക എന്നുള്ളതല്ല, ആ ഫോണിന് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചാർജ് ഡൗൺ ആകും. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഒക്കെ വന്നപ്പോഴേക്കും പുള്ളിയുടെ ഫോൺ ഡെഡായിപ്പോയി.
അപ്പോൾ പുള്ളിയുടെ ഫോൺ ഡെഡായപ്പോൾ എനിക്കുണ്ടായ നഷ്ടം 2500 പോട്ടെ, 500 നമ്മുടെ പേഴ്സണൽ ചിലവ്. എന്നാലും ഒരു 1500 പേഴ്സണൽ ചിലവ്, ഇതെല്ലാം പേഴ്സണലാണ്. പക്ഷെ എന്നാലും 1500 ഈ വർക്കിന് വേണ്ടി എനിക്ക് നഷ്ടമായി. കാരണം യാത്രകൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുപോലെ നഷ്ടങ്ങളുണ്ട്. എന്നാലും അടുത്ത് എനിക്ക് നാളെ എന്തായാലും പുള്ളി അടുത്ത് നാളെ സാധനം വാങ്ങുന്നത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അയക്കുന്നതെന്ന് നാളെ ഞാൻ കാണിച്ചില്ല. ഇന്നത്തെ ഒരു ദിവസം നഷ്ടമായി പോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ, കാരണം ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. ഇതിൽ താല്പര്യം തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണം ചെയ്തേക്കണം. വേറെ കൊണ്ടല്ല, അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. എന്താണ് ബിസിനസ്സിനോട് താല്പര്യമുള്ളവർക്ക്. നാളെ ഇതിന്റെ ബാക്കി ഞാൻ എടുത്തേക്കും സാധനമൊന്നും അയച്ചിട്ടില്ല. ഇന്നത്തെ എൻ്റെ ദിവസം നഷ്ടമായിരുന്നു. പുള്ളി പിന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വീണ്ടും പുള്ളിക്ക് കടയൊക്കെയുള്ളതാണ്, അപ്പോൾ തിരക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം എങ്ങനെയാണ് എടുത്ത് അയക്കുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എനിക്ക് നാളെ വീണ്ടും യാത്രയാണ്. ആ ബിസിനസ് മറ്റന്നായിരിക്കും എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. അതായത് വീഡിയോ കോളിലൂടെ സാധനം നേരിട്ട് നോക്കി പർച്ചേസ് ചെയ്യാം. ഇനി അയക്കുന്നതൊക്കെ കാണിക്കാം. പക്ഷെ ഇന്നത്തെ കാര്യം എൻ്റെ ദിവസം നഷ്ടമാണ്. അതുകൊണ്ട് ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം ചെയ്യണം. കാരണം എന്നാൽ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാലേ എനിക്കും പിടിച്ചിരിക്കാൻ. അപ്പോൾ താങ്ക് യു.